നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇതൊരു കൊളാബറേറ്റീവ് വേ ഓഫ് ആക്ഷൻസ് ആണ് ഈ സിനിമ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചാലഞ്ചസ് ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ ഒരുമിച്ച് ആ ചാലഞ്ചസ് ഓവർകം ചെയ്തു. എനിക്ക് സന്തോഷിക്കാനുള്ള അവസരങ്ങളാണ് ദൈവം ദൂരത്തിലൂടെ കൂടുതലും തന്നിരിക്കുന്നത്. എന്തായാലും തന്നെ ലൈക്ക് കൂടെ നിൽക്കുമ്പോൾ ഒരു ഫാമിലി ഫീലിംഗ് ആയിരുന്നു. ഐ എം റിയലി താങ്ക്ഫുൾ ടു മൈ ടീം. എനിക്ക് നല്ലൊരു ടീം ഉണ്ടായിരുന്നു. വിദ്യ, ഭാവിയിലും ഇതുപോലെ സിനിമ പാട്ടുകളൊക്കെ എഴുതാൻ ഉള്ള ആഗ്രഹമുണ്ടോ? സിനിമ പാട്ട് ഞാൻ ഇത് എഴുതണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സത്യം പറഞ്ഞാൽ ചെയ്തതല്ല. വിമൽ ഒരു മൊമെന്റിൽ ഞങ്ങളുടെ ക്രൂവിനോട് എല്ലാവരും ദൂരം ടൂവിനെ പറ്റി സംസാരിക്കുന്ന ഒരു അവസരത്തിൽ പറഞ്ഞു, ഇത് നമ്മളൊരു പാട്ട് ചെയ്യുന്നുണ്ട്, ഇതിന് സംഗീതം ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, നിങ്ങളൊന്ന് കേട്ടു നോക്കൂ എന്ന് പറഞ്ഞ്. അതൊരു വൈകുന്നേരമായിരുന്നു. അതിങ്ങനെ കേട്ടപ്പോഴേക്കും മനസ്സിലേക്ക് കുറച്ച് വരികളൊക്കെ വന്ന ഒരു സമയമായിരുന്നു. പൊതുവെ കവിത എഴുതുമ്പോഴേക്കും വിചാരിക്കുന്ന ഒരു ട്യൂണിലല്ല എഴുതുന്നത്. അപ്പൊ ഈ ഈണം കേൾക്കുമ്പോൾ വരികൾ വരുന്നത് എനിക്ക് ഈ കഥ അറിയാവുന്നത് കൊണ്ടായിരുന്നു. അപ്പൊ വിമലിനോട് ചോദിക്കുമ്പോഴും എനിക്ക് ഉറപ്പില്ല എനിക്ക് എത്രമാത്രം ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ വിമല് തിരിച്ചൊരു കോൺഫിഡൻസ് തന്നത് അതാണ്, നീ ട്രൈ ചെയ്യേ, ധൈര്യമായിട്ട് ട്രൈ ചെയ്യേ, കഥ നിനക്കറിയാം. അങ്ങനെ എഴുതി വന്നതാണ്. അപ്പൊ ഇവരുടെയൊക്കെ അഭിപ്രായത്തിൽ ചെറിയ ചില മാറ്റങ്ങൾ മാത്രം വേണ്ടി വന്നുള്ളൂ. അപ്പൊ അത്രയും തലത്തിലേക്ക് എത്തുമെന്ന് ഞാനും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ ഇനിയും അവസരങ്ങൾ വന്നാൽ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം പൊതുവെ കവിതകൾ എഴുതാനും താല്പര്യമുള്ള ഒരാളാണ് ഞാൻ. അപ്പോ അത് അങ്ങനെ അല്ലാന്ന് ചിന്തിക്കാൻ തോന്നുന്നില്ല എനിക്ക്. മുൻപ് എഴുതി പരിചയം എവിടെയെങ്കിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ ഈ മുമ്പ് കവിതകളൊക്കെ എഴുതി? കവിതകൾ അങ്ങനെ എഴുതി പ്രസിദ്ധീകരിച്ചിട്ടില്ല. പൊതുവെ എഴുതുമ്പോ ഞാൻ എന്നിലേക്ക് തന്നെ അത് സൂക്ഷിച്ചു വെക്കുകയാണ്. എനിക്കൊരു ബുക്ക് അല്ലെങ്കിൽ ഫോണിൽ ഞാൻ എഴുതുന്ന മലയാളം കവിതകളെല്ലാം സൂക്ഷിച്ചു വെക്കുകയാണ് പതിവ്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ചെറിയ ക്ലാസ്സുകളിൽ കവിതയ്ക്കും കഥയ്ക്കും ഒക്കെ സമ്മാനം കിട്ടിയ സിറ്റുവേഷൻസ് ഉണ്ട്. പിന്നീട് കോളേജ് കാലഘട്ടം നമ്മൾ ബിസിയായി അങ്ങനെയൊക്കെ പോകുമ്പോൾ എഴുത്ത് കുറവായിരുന്നു. പിന്നെ ഈ എഴുത്തെന്ന് പറയുന്നത് ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന തോട്ടായിട്ടാണ് എനിക്ക്. നമ്മൾ വിചാരിക്കുമ്പോൾ ചിലപ്പോൾ അത്രയും ഇപ്പൊ ഇന്ന് എനിക്കൊരു കവിത എഴുതണം എന്നൊക്കെ വിചാരിച്ചാൽ ചിലപ്പോൾ പറ്റില്ല. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു തോട്ട് വരികയും ചെയ്യും. ചിലപ്പോൾ അതിനെ കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് തന്നെ എലാബറേറ്റ് ചെയ്യാൻ പറ്റാറുമുണ്ട്. എഴുതാറുണ്ട്, എന്റെ കയ്യിൽ ഞാൻ സൂക്ഷിച്ചു വെക്കാറുമുണ്ട്. ഒരു മേ ബി ഒരു നല്ല അവസരം വന്നാൽ പ്രസിദ്ധീകരിക്കാമായിരിക്കാം. വെരി ടാലന്റഡ്. ഇങ്ങനെ ഒരു ദൂരം 2 ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള വിദ്യയും കൂടെ കിട്ടിയത് അവർക്കൊരു ഭാഗ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതിലുപരി ആൻസി പറഞ്ഞാൽ അത് ഞാൻ ആ പെർസ്പെക്റ്റീവില് ഞാൻ യെസ് പറയും. പക്ഷെ അതിലുപരി തിങ്ക് അബൌട്ട് ആരും അറിയാതെ അല്ലെങ്കിൽ എനിക്ക് ഒരു അവസരം ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് എഴുതാൻ അറിയാം, അല്ലെങ്കിൽ എന്റെ കവിതയ്ക്ക് ഒരു ഭംഗിയുണ്ട്, എനിക്ക് ആ വരികൾക്ക് ജീവൻ കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് പ്രൂവ് ചെയ്യാൻ ഒരു അവസരം തന്ന എനിക്ക് വിമലിനോടാണ് അതിൽ ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയാനുള്ളത്. ഒരു പക്ഷേ ഇങ്ങനൊരു സിനിമയോ അല്ലെങ്കിൽ വിമലിനെയോ കണ്ടുമുട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. ശരിയാണ്, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു വിദ്യ. ഇനി നമ്മൾക്ക് നമ്മുടെ അടുത്ത ആക്ടർ സെസിലിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. സെസിൽ, എന്താണ് ഈ ഒരു ദൂരം 2 ക്യാരക്ടറിനെ പറ്റി പറയാനുള്ളത്? ക്യാരക്ടർ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ പ്രവാസി ചാനൽ ആൻഡ് ദ ഗോൾഡൻ അവർ, താങ്ക് യു സോ മച്ച് ഈ ഒരു അവസരം ഞങ്ങൾക്ക് തന്നതിന് ടു കം ആൻഡ് ടോക്ക് അബൌട്ട് ദൂരം 2. ദൂരം 2 എൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു വില്ലൻ ക്യാരക്ടറാണ്. ഞാൻ റിയൽ ലൈഫിൽ വില്ലൻ അല്ല. ഞാനൊരു വളരെ പോസിറ്റീവ് സോഷ്യൽ പേഴ്സൺ ആണ്. പക്ഷേ ഈ ഒരു സിനിമയില് വിമൽ എന്നെ വില്ലനായിട്ടാണ് ചൂസ് ചെയ്തത്. ടു ബി ഓണസ്റ്റ്, എനിക്ക് ഈ ക്യാരക്ടർ ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. എനിക്ക് വിമല് സ്ക്രിപ്റ്റ് ഷെയർ ചെയ്തപ്പം എനിക്ക് ഈ ക്യാരക്ടറിനോട് കുറച്ചൊരു അട്രാക്ഷൻ പോലെ തോന്നി. കാരണം എനിക്ക് തോന്നി എനിക്ക് അത് നല്ലോണം പൊർട്രേ ചെയ്യാൻ പറ്റും. And I will get the opportunity to put different shades of myself and different types of myself എനിക്ക് കൊണ്ടുവരാൻ പറ്റും. അതിപ്പം ദേഷ്യമായാലും എന്തായാലും എനിക്ക് പുറത്ത് കൊണ്ടുവരാൻ പറ്റും. സോ വിമൽ എനിക്ക് അതിനൊരു ഓപ്പർച്യൂണിറ്റി തന്നതിന് ഐ എം എക്സ്ട്രീംലി ഗ്രേറ്റ്ഫുൾ ടു വിമൽ. ഇപ്പം ദൂരം 2 പറ്റി പറയുവാണെങ്കിൽ
കമ്പയർ ടു ദൂരം വണ്ണിൽ ഞാനും ഒരു കാസ്റ്റ് മെമ്പർ ആയിരുന്നു, ദൂരം ടൂലും ഉണ്ട്. കമ്പയർ ടു ദൂരം വൺ കമ്പാരിറ്റീവ്ലി ഈസി എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഫാർ ഡിഫറെൻ്റ് ആണ് ദൂരം വൺ ഇൻ കമ്പാരിസൺ ടു ദൂരം ടു. ദൂരം വൺ വിമൽ പറഞ്ഞ പോലെ ഒരു ഷോർട്ട് ഫിലിമാണ്. ഇറ്റ് എൻഡ്സ് ഇൻ ഇൻ എ ഹണ്ടിങ്, ഇൻ എ ചേസ് സീൻ ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. പക്ഷെ ദൂരം ടൂവില് വിമലിന്റെ എക്സ്പെക്ടേഷൻസ്, ആ സ്ക്രിപ്റ്റ് നമ്മൾ വായിക്കുമ്പോൾ തന്നെ എക്സ്പെക്ടേഷൻസ് ഭയങ്കരമായിരുന്നു. ലാർജ് സ്കെയിൽ എന്ന് വേണേൽ പറയാം. ഒരു ഫീച്ചർ ഫിലിം, ഒരു വിഷനായിരുന്നു. വിമലിന്റെ വിഷനാണ് ദൂരം ടൂവിന്റെ സക്സസ് ആകാൻ പോകുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. റൈറ്റ്, അതില് വിമൽ പറഞ്ഞ പോലെ ആക്ഷൻസ് സീക്വൻസസ് ഉണ്ട്, റൊമാൻസ് ഉണ്ട്, പാട്ടുകളുണ്ട്, ദർ ഇസ് ഒത്തിരി എലിമെന്റ്സ് ഉണ്ട് ദൂരം വണ്ണിൽ ഇല്ലാഞ്ഞത്. സോ അതിൽ ഞാൻ വിമലിനെ ഞാൻ ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ആൻഡ് നിങ്ങളെല്ലാവരും വന്ന് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൂരം വണ്ണ് കാണാത്തവര് യൂട്യൂബില് വിമൽ പറയുമായിരിക്കും, പക്ഷെ യൂട്യൂബിൽ ദൂരം നടിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റിൽ കാണും. നിങ്ങൾ ദൂരം ഷോർട്ട് ഫിലിം നടിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ കാണും. നിങ്ങളത് കണ്ടിട്ട് ദൂരം ടു കാണാൻ നിങ്ങൾ വരണം. കാരണം അതൊരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ടൈപ്പ് ഒരു മൂവിയാണത്. ഷോർട്ട് ഫിലിം എന്ന് പറയാൻ പറ്റില്ല, ഒരു 72 minutes, അതൊരു ഫീച്ചർ ഫിലിമാണ്. ആൻഡ് ഞങ്ങളുടെ ടീം എന്ന് വെച്ചാൽ അലിയാനയിൽ, ഞങ്ങൾ ഇവിടെ ഹ്യൂസ്റ്റണിൽ അലിയാന എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു ടീമും മിക്കവരും ഞങ്ങളെല്ലാം ഫ്രണ്ട്സാണ്. ഞങ്ങളെല്ലാം ഒരേ കമ്മ്യൂണിറ്റി താമസിക്കുന്നവരാണ്. ഞങ്ങൾ ഫ്രണ്ട്സാണ്. ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ വീക്കെൻഡും കാണുന്നവരാണ്, അല്ലെങ്കിൽ മാസത്തിൽ 2-3 പ്രാവശ്യമെങ്കിലും കാണുന്നവരാണ് ഞങ്ങൾ. സോ ആ ഫ്രണ്ട്ഷിപ്പ് ഹെൽപ്ഡ് ബിൽഡ് ദിസ് മൂവി. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ചാലഞ്ചസ് ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ ഒരുമിച്ച് ആ ചാലഞ്ചസ് ഓവർകം ചെയ്തു. ഈ മൂവിയിൽ കാസ്റ്റായിട്ട് തന്നെ വിമൽ, കറക്റ്റ് മീ ഇഫ് ഐ ആം റോങ്, 19 കാസ്റ്റ് മെമ്പേഴ്സ് ഉണ്ട്. പക്ഷെ അതിനുപരി ടെക്നീഷ്യൻസും ബാക്കിൽ വർക്ക് ചെയ്ത എല്ലാവരും ഒരു 30-35 പീപ്പിൾ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഞങ്ങളുടെ ഫ്രണ്ട്സാണ്. ഞങ്ങൾ ദ കോമൺ തിങ് ഞങ്ങൾ തമ്മിലെല്ലാം ഉള്ളത് പാഷനാണ്. പാഷൻ ഫോർ making movies, passion for doing bringing a good product out to people. So thank you Vimal, and thank you Ansi. സിസിൽ, ഈ ഒരു വില്ലൻ കഥാപാത്രത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി എന്തെങ്കിലും പ്രിപ്പറേഷൻസ് ചെയ്തായിരുന്നോ? അല്ലെങ്കിൽ റിയൽ മൂവിക്കകത്തെ ഒരു വില്ലൻ എക്സാമ്പിൾ വല്ല നോക്കോ, വല്ല റെഫറൻസ് ചെയ്തായിരുന്നോ? പലതും ഞാൻ റെഫറൻസ് ചെയ്തായിരുന്നു. ഞാനൊരു കട്ട ലാലേട്ടൻ ഫാനാണ്. പക്ഷെ ലാലേട്ടൻ വില്ലനല്ല, പക്ഷെ ലാലേട്ടന്റെ മാനറിസംസും കാര്യങ്ങളൊക്കെ ഞാൻ ഒത്തിരി കോൺസെൻട്രേറ്റ് ചെയ്തായിരുന്നു. സെയിം വിത്ത് ജോജു ജോസഫ്, ഐ എം എ ബിഗ് ഫാൻ ഓഫ് ഹിസ്. സോ ഞാൻ ഒത്തിരി റീസെർച്ച് ചെയ്തായിരുന്നു. അപ്പം വിമലിന്റെ സ്ക്രിപ്റ്റിന്റെ ഒരു ബ്യൂട്ടി എന്ന് വെച്ചാൽ, വിമൽ വളരെ ഡീറ്റെയിൽഡ് ആണ് വിമലിന്റെ സ്ക്രിപ്റ്റ്. റൈറ്റ്, ഇപ്പൊ ഒരു സീൻ ഉണ്ടെങ്കിൽ, ഇപ്പം ഒരു ഡയലോഗ് ഉണ്ടെങ്കിൽ, വിമൽ അതിനകത്ത് വളരെ ക്ലിയർലി വിമൽ എഴുതി വെക്കും. കണ്ണുകൾ ഇങ്ങനെ ആയിരിക്കണം, യുവർ ഐസ് ആർ കണ്ണുകൾ ഇങ്ങനെ ആയിരിക്കണം, മുഖത്തെ എക്സ്പ്രഷൻ ഇങ്ങനെ ആയിരിക്കണം. റൈറ്റ്, അപ്പം എല്ലാ ഷോട്ടിന് മുമ്പേ ഞാൻ വിമലിനോട് പോയി ചോദിക്കും, വിമലെ വാട്ട് ആർ യു എക്സ്പെക്ടിങ് ഫ്രം മീ, ഞാൻ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്? അപ്പൊ അവനോട് പറയും, സിസിൽ ഭായ് ഇങ്ങനെയാണത് കാണിക്കേണ്ടത്, ആ കണ്ണുകൾ ഇങ്ങനെ ആയിരിക്കണം, കലിപ്പാണ്, അവരെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്, അങ്ങനെ. സോ വിമൽ മെയ്ഡ് ഇറ്റ് ഈസി. വിദ്യ പറഞ്ഞ പോലെ തന്നെ വിമൽ മെയ്ഡ് ഇറ്റ് ഈസി. വിമൽ നമ്മളായിട്ട് ഒത്തിരി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പക്ഷെ വിമലിന്റെ ഐ തിങ്ക് ബിഗ്ഗസ്റ്റ് ടാലന്റ് എന്ന് വെച്ചാൽ, മോർ ദാൻ സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, പുള്ളി ആ സ്ക്രിപ്റ്റിൽ ഡീറ്റെയിൽസ് എഴുതുന്നത്, വളരെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ പുള്ളി എഴുതി വെക്കും അത്. റൈറ്റ്, അപ്പം പ്രയർ സീൻ ടു കറന്റ് സീൻ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. സോ പ്രയർ സീൻ ആ കണ്ടിന്യൂറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. സോ പുള്ളി അത് ശരിക്കും അത് എഴുതും പുള്ളി അത്. സോ നമ്മളെപ്പോലുള്ള ആക്ടേഴ്സിന് അത് ഈസി ആയിരുന്നു ടു ഫോളോ ത്രൂ. ഇതിന് എന്തെങ്കിലും ഫിസിക്കലി മേക്ക് ഓവേഴ്സ് ചെയ്യേണ്ടി വന്നോ ഈ ഒരു കഥാപാത്രത്തിലേക്ക്? പല മേക്ക് ഓവേഴ്സും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത് ഞാനിപ്പം പറഞ്ഞാൽ ശരിയാവത്തില്ല. അത് നിങ്ങൾ സിനിമ വന്ന് കണ്ടിട്ട് നിങ്ങൾ കണ്ടാൽ മതി. എനിക്ക് മേക്ക് ഓവേഴ്സ് ഉണ്ട്. അപ്പം ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾ ദൂരം 1 കണ്ടിട്ടുണ്ടെങ്കിൽ, ദൂരം 1-ലെ ലുക്കല്ല എനിക്ക് ദൂരം 2-നുള്ളത്. ആൻഡ് വിമൽ വാസ് വെരി പെർട്ടിക്കുലർ അബൌട്ട് ദാറ്റ്. റൈറ്റ്, പക്ഷെ ദൂരം 2-ല് തന്നെ എനിക്ക് കുറെ മേക്ക് ഓവേഴ്സ് ഉണ്ട്.
അത് നിങ്ങൾ സിനിമ വന്ന് കാണുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ത്രീ മേക്ക് ഓവേഴ്സ് ഉണ്ട് അല്ലേ വിമല, ഇഫ് ഐ എം നോട്ട് മിസ്റ്റേക്കൻ? യെസ്, 3 to 4 മേക്ക് ഓവേഴ്സ് ഉണ്ട്. അത് ആൻസി ചോദിച്ച ക്വസ്റ്റനിൽ എനിക്കത് മറുപടി അറിയാം. കാരണം ഞാൻ ആദ്യം തന്നെ പറഞ്ഞ എന്റെ ആക്ടേഴ്സിന്റെ ഒരു ക്വാളിറ്റി അതാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്. കാരണം ഇവിടെ ഉള്ള ചില ആൾക്കാർക്ക് ഒരു പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ എന്റെ അപ്പിയറൻസ് മാറാൻ പാടില്ല, ഞാൻ അതൊരു കംഫർട്ട് സോണിൽ പോകുന്നവരുണ്ടായിരിക്കും. അത് തെറ്റ് പറയുന്നില്ല അവരെ. പക്ഷെ ഒരു ആക്ടർ ആകുമ്പോൾ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് അവർ ഫ്ലെക്സിബിൾ ആയിരിക്കണം. ഒരു ഡയറക്ടറിന്റെ ടൂൾ ആയിരിക്കണം ആക്ടേഴ്സ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്റെ ടൂൾസ് ആയിരുന്നു ഇവരെല്ലാം. കാരണം ഞാൻ എന്ത് പറഞ്ഞാലും അവർ ചെയ്യും. കാരണം ചെയ്യാൻ പറ്റാത്ത മേക്ക് ഓവർ വരെ സിസിൽ ഭായ് എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഞാൻ അന്നൊന്നും അദ്ദേഹത്തിന് ഇത്രയൊന്നും അപ്രീഷിയേറ്റ് ഇല്ല. പക്ഷേ ഈ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ പറയുന്നത് സിസിൽ ഭായ് താങ്ക് യു സോ മച്ച്, ബിക്കോസ് അദ്ദേഹം ഒരു വലിയ കമ്പനിയിൽ ഒരു വലിയ സ്ഥാനത്തിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് പിറ്റേ ദിവസം ഒരു വലിയൊരു കോൺഫറൻസിന് പോകേണ്ട ഇതുണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിന്റെ അപ്പിയറൻസ് മാറിയല്ലോ ഓർത്ത് വയ്ക്കുക, അത്രയും വലിയൊരു ഇന്റർവ്യൂവിന് വേണ്ടി. പക്ഷെ ഞാൻ പറഞ്ഞു അതെന്താന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ പറഞ്ഞു നിങ്ങൾ ഇത് ചെയ്തേ പറ്റൂ. പക്ഷെ പുള്ളി ഇത് ചെയ്തു. പുള്ളി ആ കോൺഫറൻസ് എങ്ങനെ അറ്റൻഡ് ചെയ്തതെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല ഇതുവരെ. പക്ഷെ പുള്ളിയെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ചത് മാത്രമല്ല, പുള്ളി അത് ഫ്ലെക്സിബിൾ ആയിരുന്നു ചെയ്യാൻ. സിസിൽ ഭായ് മാത്രമല്ല, അതിനകത്ത് കുറെ ആൾക്കാരും ഞാൻ അങ്ങനെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഐ എം റിയലി താങ്ക്ഫുൾ. എനിക്ക് അങ്ങനെ നല്ല ആക്ടേഴ്സിനെ നമുക്ക് കിട്ടുക എന്നുള്ളത് നമ്മുടെ ഒരു ഡയറക്ടറെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യമാണ് അത്. ഈ നിങ്ങളുടെ ഷൂട്ടിംഗിന്റെ സമയത്ത് നല്ല രസകരമായ വല്ല അനുഭവങ്ങൾ നിങ്ങൾക്ക് പങ്കുവെക്കാനുണ്ടോ? നല്ലൊരു ചോദ്യമാണ്. ആക്ച്വലി രസകരമായ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് സെറ്റില് നമ്മളൊരു 14 ദിവസത്തോളം നമുക്ക് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അപ്പം എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ രസകരമായ സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് തമാശയായിട്ടുണ്ട്, സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പെട്ടെന്ന് ഓർത്തെടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്, അപ്പൊ അതിനു മുമ്പ് ഞാൻ പറയാനുള്ള ആഗ്രഹിക്കുന്നത് വെച്ചാൽ ഈ പാഷൻ വേഴ്സസ് പ്രൊഫഷനെ ബാലൻസ് ചെയ്യുന്ന ഒരു വലിയൊരു കാര്യമാണ്. കാരണം ഇവരെല്ലാം വലിയൊരു പ്രൊഫഷൻ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മളൊരു ടൈം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടൈമിലൊന്നും ഇത് നടക്കണമെന്ന് യാതൊരു ഇതുമില്ല. കാരണം രാവിലെ 9 മണിക്ക് ഷൂട്ടിംഗ് തുടങ്ങുന്നു, 5 മണിക്ക് തീരുന്നു, ഇതൊന്നും നടക്കില്ല. ആക്ച്വലി ഇവർക്ക് അറിയാം. പക്ഷെ എന്നാലും ആസ് എ ഡയറക്ടർ എനിക്ക് ഒരുപാട് പ്രഷർ വന്നിട്ടുണ്ട്. എന്നിരുന്നാലും പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത്, ഞങ്ങള് ഇതിന്റെ ഒരു ക്ലൈമാക്സ് പോർഷൻ നമ്മൾ ഷൂട്ട് ചെയ്യാൻ, ഓൾമോസ്റ്റ് ക്ലൈമാക്സ് പോർഷൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മളൊരു സ്ഥലം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം സിസിൽ ഭായിക്ക് ഒരു ഡിഫറെന്റ് ഒരു മേക്ക് ഓവർ ആയിരുന്നു. അദ്ദേഹത്തിനകത്ത് 2-3 കഥാപാത്രങ്ങൾക്കും ഡിഫറെന്റ് മേക്ക് ഓവർ ആണ്. അപ്പൊ അതിന് അത്യാവശ്യം മേക്കപ്പിന്റെ ഒക്കെ ആവശ്യമുണ്ട്. ഒരു 11:30-12 മണിയാകുമ്പോൾ നമ്മൾ ഷൂട്ടിംഗ് തുടങ്ങും എന്നാണ് നമ്മൾ സ്കെഡ്യൂൾ, എന്റെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് പുള്ളിയെ സ്കെഡ്യൂൾ കൊടുത്തത്. പുള്ളി ഭയങ്കര ടൈം പഞ്ച്വാലിറ്റി ഉള്ള ഒരു മനുഷ്യനുണ്ട്. കാരണം അദ്ദേഹം ഒരു CEO ആണ് ഒരു കമ്പനിയുടെ. അപ്പം തീർച്ചയായിട്ടും ടൈം പുള്ളിക്ക് ഭയങ്കര നിഷ്ഠയുള്ള ആളാണ്. പുള്ളി ഒരു 11 മണി ആയപ്പോഴേ എത്തി. ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷൂട്ടിംഗ് അന്ന് 8 മണിക്ക് തുടങ്ങണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 10:30 തുടങ്ങാൻ തന്നെ പറ്റിയത്. അപ്പൊ ആ സീൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോയി. പുള്ളി അവിടെ നിന്ന് വണ്ടിയായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്നു. പുള്ളി മേക്കപ്പ് ആയിട്ട് നിന്നത് ഞാൻ റെഡിയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായി, ഓക്കെ സിസ് ഭായ് ഒരു കോള കുടിക്കൂ. അപ്പൊ കോള കുടിച്ചു കഴിയുന്നു. ഞാൻ വെച്ചു ബ്രെഡ് കഴിക്കുന്നു. അപ്പൊ പുള്ളി വെച്ചു ഇതെന്തോടെ ഫുഡ് മാത്രം, ഇത് എന്താ പരിപാടി? അപ്പൊ കുറച്ച് കഴിയുമ്പോഴത്തേനും ഞങ്ങൾക്ക് കൊണ്ടുവരുന്ന സ്നാക്സ് എല്ലാം തീർന്നു പോകുന്നു. ഇങ്ങനെ സന്തോഷിച്ച് ഞങ്ങൾ അവിടെ ഇരിക്കുന്നു. പിന്നാണ് നമ്മൾ അറിയുന്നത് നമ്മൾ പ്ലാൻ ചെയ്തൊരു ലൊക്കേഷൻ ഇല്ല. ഞങ്ങൾക്കൊരു ലൊക്കേഷൻ ഇല്ലാതായി പോന്നു. ഞങ്ങളുടെ ഒരു ക്രൂ ഉൾപ്പെടെ ആൾക്കാർ ഒരു 1-2 മണിക്കൂർ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ ഓടുകയാണ്. എവിടെ ഷൂട്ട് ചെയ്യും. അവസാനം ആളില്ലാത്ത ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ ഇവിടെ ഷൂട്ട് ചെയ്യാം എന്ന് പറയുമ്പോഴത്തേക്കിനുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ ഈ ഹണ്ടിങ്ങിന് വരുന്ന ആൾക്കാരുള്ള സ്ഥലമാണ് അവിടെ. അവിടെ നോമാൻ ലാൻഡ് എന്നൊക്കെ പറഞ്ഞ പോലെ ചിലപ്പോൾ അവർ നമ്മൾ വെടിവെച്ച് ഓടിക്കും. അപ്പം സിസിൽ ഭായ് എന്ത് ചെയ്ത വണ്ടിക്കകത്ത് പുറത്തിറങ്ങത്തില്ല, ഇവിടെ ഞാൻ ഇറങ്ങൂല എന്ന് പറയുന്നു. പിന്നെയും നമ്മൾ കുറെ വേറെ സ്ഥലത്ത് പോകുന്നു. വേറെ സ്ഥലത്ത് പോയിട്ട് ഞങ്ങളത് ഷൂട്ട് ചെയ്ത് എങ്ങനെയെങ്കിലും നമുക്ക് തീർത്തേ പറ്റൂ എന്ന് ഇരിക്കുന്ന സമയത്താണ് ക്യാമറമാന് ഫുഡ് പോയിസൺ വരുന്നു. അദ്ദേഹം വൊമിറ്റ് ചെയ്യും, ക്യാമറ എടുക്കും. അദ്ദേഹത്തിനെ ക്യാമറമാനെ ഞാൻ സെക്യൂർ ആയി വരുന്ന സമയത്താണ് എൻ്റെ അടുത്ത് സിസിൽ ഭായ് പറയുന്നത്, എടാ എനിക്ക് പോണം എന്ന് പറഞ്ഞപ്പോ അപ്പൊ എനിക്ക് മനസ്സിലായി പുള്ളി ബാക്ക് പോക്കറ്റിൽ ഫോൺ ഇട്ടിട്ടുണ്ട്. അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന ഇങ്ങനെ എനിക്ക് കണ്ടോണ്ടിരിക്കുക. അപ്പം ഞങ്ങൾക്ക് ബാപ്റ്റിസം ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഫാമിലി. അപ്പൊ പുള്ളിയുടെ കാലും കുന്നവും കുറച്ചൊക്കെ എല്ലാം ഈ മൊബൈൽ ഷെയ്ക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ കാലും അഭിനയിക്കുന്നുണ്ട്, അല്ലാതെ തന്നെ മുഖത്തല്ലാതെ എക്സ്പ്രഷൻ വരുന്നുണ്ട്. പുള്ളി പോവാന്ന് അറിഞ്ഞപ്പോഴത്തേക്കിനും നമ്മുടെ ഓപ്പോസിറ്റ് നിന്ന് ആള് പേടിച്ചു പോയി. പുള്ളിയുടെ ഫസ്റ്റ് ഡേ ആയിരുന്നു. അപ്പൊ അങ്ങനെ ഒരു വിധത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാല് പുള്ളി ഡയലോഗുകൾ മറന്നു പോകുന്നു. ഞങ്ങൾ ബാക്കിൽ നിന്ന് പ്രോംപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു മിക്സ്ഡ് ഇമോഷൻസോടെ ഞങ്ങളത് ഷൂട്ട് ചെയ്തതാണ്. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പൊ ഒരു തമാശയായിട്ട് തോന്നുന്നു. അത് അന്ന് ഭയങ്കര സീരിയസ് ആയിരുന്നു. പക്ഷെ ഇന്നത് ഷൂട്ട് ചെയ്ത് ഞങ്ങൾ ആ ഫൂട്ടേജ് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര മനോഹരമായിട്ട് അത് വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അത് എന്തോ ഒരു മാജിക് എന്ന് സംഭവിച്ചു. കാരണം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും
ഒരു മാജിക്കിലൂടെ പോയതായിട്ടാണ് എനിക്ക് സംഭവിക്കുന്നത്. പിന്നെ ഓഫ് കോഴ്സ് ഇപ്പം വിദ്യയുടെ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന വിദ്യ ഒരു വില്ലൻ ക്യാരക്ടറാണ് ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും വിദ്യ ഇപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, വിദ്യ ഒരു പാവം ആളാണ്. അപ്പൊ വിദ്യയുടെ ഫേസിൽ ഇപ്പൊ ഇങ്ങനെ സിനിമയിൽ ഇങ്ങനെ അല്ല നിങ്ങൾ കാണാൻ പോകുന്നത്, വേറൊരു മുഖമാണ്. അപ്പൊ വിദ്യയുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു കഥാപാത്രത്തിന് വേണ്ടിയിട്ട് ഞാനൊരു ഡയലോഗ് എഴുതിയിട്ടുണ്ടായിരുന്നു. വളരെ കുറച്ച് മോശമായിട്ടുള്ള ഒരു ഡയലോഗാണ് അത് എഴുതുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, വിദ്യ ഡയലോഗ് ഇത് പറയണം, എന്നിട്ട് ഞാൻ ബി പഠിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പൊ വിദ്യ ഇങ്ങനെ വായിക്കും. വിദ്യ അത്യാവശ്യം ഭയങ്കര അക്ഷരസ്ഫുടതയോടെ ഒക്കെ സംസാരിക്കുന്ന ഒരാളായതുകൊണ്ട് നമുക്കപ്പോ ചീത്ത അക്ഷരസ്ഫുടതയോടെ എഴുതാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ അത്രയും വൃത്തിയോടായിട്ട് തന്നെയാണ് ആ സ്ക്രിപ്റ്റ് ഡയലോഗ് എഴുതിയിരിക്കുന്നത്. വിദ്യ എന്ത് ചെയ്ത ആ ഡയലോഗ് പറയും, ആ പൊസിഷൻ വരുമ്പോൾ വിദ്യ നിർത്തും. അപ്പോൾ നമ്മൾ വിദ്യ അത് പറയണം, പിന്നെയും നിർത്തും. പിന്നെ അവസാനം നമ്മൾ പറഞ്ഞു, വിദ്യ ഇങ്ങനെ ആയ പണി നടക്കത്തില്ല, ഒറ്റക്ക് ആരെങ്കിലും ഒരു ശത്രുവിനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അങ്ങ് പറയൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയിപ്പിച്ചിട്ടുണ്ട്. അത് വിദ്യ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് രസകരമായ സംഭവങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ സ്കെഡ്യൂൾ സമയം എപ്പോഴും ഞങ്ങൾക്ക് ഒരു ടഫായിരുന്നു. ഇതൊരു വലിയ ചലഞ്ച് ആയിരുന്നു. ഇവരെല്ലാം ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിലും കുറച്ച് കഷ്ടമായിരുന്നു. ഞങ്ങളത് ചലഞ്ചിൽ ജസ്റ്റ് ടു ആഡ്, എനിക്കൊരു രസമായിട്ടുള്ള കാര്യം പറയാനുള്ളത്, ചില സീൻസ് ദൂരം 2-ല് ഷൂട്ട് ചെയ്തത് എൻ്റെ വീട്ടില് അല്ലെങ്കിൽ എൻ്റെ ബാക്ക് യാർഡിലായിരുന്നു. അപ്പം ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഫുൾ ടീം was very helpful moving furniture around, moving things around so that we get space, shooting space കിട്ടാൻ വേണ്ടി. ആൻഡ് ദെൻ നമ്മൾ ബാക്ക് യാർഡിൽ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. കുറെ വളരെ ഇമ്പോർട്ടൻറ്റ് സീൻസ് സുരേഷ് ഏട്ടനും ഉള്ള സീൻസ്, മോളുമായിട്ടുള്ള സീൻസ് ബാക്ക് യാർഡിൽ നമ്മൾ കുറെ ഇമ്പോർട്ടൻറ്റ് സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ദെൻ അന്നത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞത് I think 2-3 in the morning ഷൂട്ടിംഗ് കഴിഞ്ഞത്. ആൻഡ് ദെൻ പിറ്റേ ദിവസം ഇവരെല്ലാം തിരിച്ചു വന്നു. ആ ഫർണിച്ചറൊക്കെ തിരിച്ച് ടു ദ നോർമൽ പ്ലേസ് വെക്കാൻ വേണ്ടി വന്നു. അപ്പൊ അങ്ങനെ മേളിൽ പോയി നോക്കിയപ്പം ഒരു പാമ്പിരിക്കുന്നു. മേളില് ഞങ്ങളുടെ കാർട്ടിൽ ഒരു പാമ്പിരിക്കുന്നു. വിമലുണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു, ഞങ്ങളുടെ കുറെ സപ്പോർട്ട് കാസ്റ്റ് ആൻഡ് ക്രൂ ഉണ്ടായിരുന്നു. ഒരു പാമ്പ് ഞങ്ങളുടെ കാർപ്പറ്റയിൽ ഇങ്ങനെ അവിടെ ഇരിക്കുന്നു. അത് എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. എന്റെ അവിടെ ഒരു കാര്യം ഉണ്ടായിരുന്നു. കാരണം ഞാൻ ആക്ച്വലി നമ്മുടെ ആർട്ട് ഡയറക്ടർ ഉണ്ടായിരുന്നു ആ സമയത്ത്, ആർട്ട് ചെയ്യുന്ന. അപ്പൊ ഞാൻ ഈ പാമ്പ് സ്റ്റക്ക് ആയിട്ടിരിക്കുകയാണ്, ഈ കാർപ്പറ്റിൽ സ്റ്റക്ക് ആയിട്ടിരിക്കുകയാണ്. എങ്ങനെയായത് ബാഗിലൂടെ റഗ്ഗിൽ സ്റ്റക്ക് ആയിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചെന്താണെന്നറിയോ, ഈ ആർട്ട് ഡയറക്ടർ ഉണ്ടാക്കി വെച്ച് ഡെമ്മി പാമ്പാന്ന് പറഞ്ഞിട്ട് ഞാനിത് എടുക്കാൻ പോയപ്പോഴാണ് സിസിൽ തുടരുത്, അത് ഒറിജിനൽ പാമ്പാ. അയ്യോ എനിക്ക് തോന്നുന്നു. എന്നിട്ട് അവസാനം ഞങ്ങൾ തീരുമാനിച്ചു ഒരു കാര്യം ചെയ്യാം. റഗ്ഗായിരുന്നു, ഒരു വലിയ റഗ്ഗായിരുന്നു അത്. ആ റഗ് ഞങ്ങൾ ചുരുട്ടിക്കൂട്ടി ഞങ്ങൾ 5-6 പേരും കൂടെ പൊക്കി, നല്ല വെയിറ്റ് അതിന്, ഞങ്ങൾ പൊക്കി മേളിൽ നിന്ന് താഴെ കൊണ്ടുവന്ന് ഞങ്ങൾ ഫ്രണ്ട് യാർഡിൽ കൊണ്ടുപോയി ആ പാമ്പിനെ ഞങ്ങൾ തട്ടി കളഞ്ഞു ഞങ്ങൾ. അത് വേറൊരു രസമായ ഒരു സംഭവമായിരുന്നു. കാരണം it was, I don't know if it was poisonous or not, but it was a snake. അങ്ങനെ ഞങ്ങളുടെ മൂവിയിൽ ഒരു പാമ്പും അഭിനയിച്ചിട്ടുണ്ട് പറഞ്ഞാല്. എവിടെയൊക്കെയായിരുന്നു ഇതിന്റെ ലൊക്കേഷൻസ് നടന്നു? ഈ 14 ദിവസത്തെ ഷൂട്ടില് എവിടെയൊക്കെയായിരുന്നു ഇതിന്റെ ലൊക്കേഷൻ? നമുക്ക് കുറെ സ്ഥലങ്ങളിലുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ലൊക്കേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹ്യൂസ്റ്റണില് സിറ്റി സ്ഥലങ്ങളിലുണ്ടായിരുന്നു. അറ്റ് ദ സെയിം ടൈം നമ്മൾ കുറച്ചുകൂടെ ഔട്ട്സ്കേർട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. നീഡ് വില്ല എന്ന് പറഞ്ഞ് കുറച്ച് ഔട്ട്സ്കേർട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഒരു 200-300 ഏക്കർ ലാൻഡിന്റെ ഒക്കെ നടുക്ക് ഞങ്ങൾ കുറച്ച് സെറ്റ് ഒക്കെ ഉണ്ടാക്കുകയും അതിന്റെ നടുക്ക് കുറച്ച് ഷൂട്ടിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാര്യം ചില സ്ഥലത്ത് അവിടെ ഫോൺ റേഞ്ച് ഒന്നും ഇല്ല. പിന്നെ ഷൂട്ടിംഗ് ടൈം എക്സ്റ്റെൻഡ് ആവുന്നു. നമ്മുടെ ജനറേറ്ററിന്റെ ലൈറ്റ് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഈ സിനിമ നമ്മൾ 5 മണിക്ക് 6 മണിക്ക് സൺലൈറ്റിൽ ഷൂട്ട് ചെയ്യേണ്ട ചില സംഭവങ്ങൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് സിസുഭായി പറഞ്ഞ പോലെ ആ കാട്ടിലൊക്കെ ഞങ്ങളൊരു 1 മണി വരെയൊക്കെ 1-2 മണി വരെയൊക്കെ നിന്നിട്ടുണ്ട്. ഈ ക്രൂ ഉൾപ്പെടെ ആയിട്ട് നിന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് വനിതകളോട് ചോദിക്കാം, എങ്ങനെയായിരുന്നു ഈ കാട്ടിലൊക്കെ ഉള്ള ഷൂട്ടിങ്ങിന്റെ നിങ്ങളുടെ ഒരു പ്രൊട്ടക്ഷൻ എങ്ങനെയായിരുന്നു? നിങ്ങൾക്ക് സെക്യൂരിറ്റി ഉണ്ടായിരുന്നു അവിടെ ഷൂട്ടിങ്ങിന്റെ സമയത്തൊക്കെ? വിമല് നമുക്ക് എപ്പോഴും തുടക്കം മുതൽ തന്നെ ഒരു കാര്യങ്ങള് ഇങ്ങനെയൊക്കെ ആയിരിക്കും പോകുന്നത് എന്നുള്ള ഐഡിയ എപ്പോഴും തരും. എന്നെ സംബന്ധിച്ച് എപ്പോഴും പ്ലാൻഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനാണ് താല്പര്യം. വിമല സ്കെഡ്യൂൾ തരും, ഈ സ്കെഡ്യൂളാണ് നിങ്ങൾക്ക്, ഈ സ്കെഡ്യൂളാണ് അടുത്ത ആൾക്ക്. കാരണം കോമ്പിനേഷൻ സീൻസ് ഇല്ലാത്തവര് എന്റെ കൂടെ വരണ്ടല്ലോ, അവർക്ക് വേറെ സമയമായിരിക്കും.
അപ്പൊ നമുക്കുള്ള സമയവും കാര്യങ്ങളും ഏകദേശം വിമൽ തരും. അറ്റ് ദ സെയിം ടൈം വിമൽ പറയും, നിങ്ങൾ പെട്ടെന്ന് പോവാമെന്ന് വിചാരിക്കരുത്, രാവിലെ വന്നാൽ ചിലപ്പോൾ രാത്രി ആയിരിക്കും ആ സീൻ കഴിഞ്ഞ് പോകാൻ പറ്റുന്നത്, അതുകൊണ്ട് അത് പ്രതീക്ഷിച്ച് വേണം വരാൻ. നമ്മള് ഇപ്പൊ ഈ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഇവരൊക്കെ തന്നെയാണ്. ഇവരാണ് നമ്മളെ ടേക്ക് കെയർ ചെയ്യുന്നത്. ഇവരിൽ ഒരാളാണ്, അല്ലെങ്കിൽ ഇവരുടെ സഹോദരിയാണ് നമ്മള്. നമുക്ക് ഒരു ഹെൽപ്പ് വേണമെങ്കിൽ എപ്പോഴും ഇപ്പോ എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള എന്റെ കോ ആർട്ടിസ്റ്റ് ഫീമെയിൽ ആർട്ടിസ്റ്റുകൾക്ക് അവരുടെ സിറ്റുവേഷൻസ് എനിക്ക് പലപ്പോഴും കോമ്പിനേഷൻ സീൻസ് അങ്ങനെ ചില സിറ്റുവേഷൻസ് ഉണ്ട്, അല്ലാതെ ഒരുപാട് ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്റെ അനുഭവത്തില് എനിക്ക് ഇവരൊക്കെ തന്നെയാണ് എന്റെ സെക്യൂരിറ്റി ഗാർഡ്സ്. നമുക്കൊരാവശ്യം വന്നാൽ ഡെഫിനറ്റ്ലി, ആവശ്യം എന്ന് പറയാൻ തന്നെ ഒന്നുമില്ല, നമ്മളൊരു കുടുംബത്തിലേക്ക് കയറി ചെല്ലുന്നത് പോലെയാണ് എനിക്ക്. ഓരോ സമയവും തമാശകളും, എനിക്ക് ധൈര്യമായിട്ട് ഇപ്പൊ എന്തെങ്കിലും എന്നോടൊരു തമാശ പറഞ്ഞാൽ എനിക്ക് തിരിച്ച് ധൈര്യമായിട്ട് അതേ ടോണിൽ പറയാനുള്ള ധൈര്യമുണ്ട്. ഇതില് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, വിമലാണെങ്കിലും ക്യാമറാമാൻ അവരാണെങ്കിലും പിന്നെ കോ ആർട്ടിസ്റ്റുകളാണെങ്കിലും എത്ര നന്നായിട്ട് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഒരു സന്തോഷത്തോടു കൂടി ഓർക്കാനാണ് എനിക്കിഷ്ടം. പിന്നെ ഞാൻ നേരത്തെ ആഡ് ചെയ്യണമെന്ന് വന്നൊരു കാര്യം എന്ന് വെച്ചാൽ, സിസില് പറഞ്ഞിങ്ങനെ ലൊക്കേഷൻസിലുണ്ടായ തമാശ. ഒരു ദിവസം ഞങ്ങൾക്ക് ഷൂട്ടിംഗ് രാവിലെയാണ്. അപ്പൊ സിസിലിന്റെ വീടിന്റെ ബാക്കിലാണ് ആ ഷൂട്ടിംഗ് 7 മണിക്ക്. അപ്പൊ ഇതൊക്കെ വിമൽ ഓൾറെഡി പ്ലാൻഡ് ആണ്, നമ്മളും പ്രിപ്പയർഡ് ആണ്, ഇതിലൊന്നും ഒരു ബുദ്ധിമുട്ട് അങ്ങനെ വരില്ല. അവിടെ ചെല്ലുന്നു, സിസിലിന്റെ വീടിന്റെ ഫ്രണ്ട് ഡോർ തുറന്നിട്ടിരിക്കുകയാണ് നമുക്ക് വേണ്ടിയിട്ട്, ഈ ക്രൂവിന് വേണ്ടിയിട്ട്. ഡോറ് തുറന്നു, നേരെ ബാക്ക് ഡോറിൽ കൂടെ ബാക്കിൽ പോയി. അപ്പൊ ഇടയ്ക്ക് ഞാൻ ചോദിച്ചു, സിസിലും ലെസ്ലി അവിടെ പോയി. സിസിലിനെക്കാളും കമ്പനിയാണ് ഞങ്ങൾ ലെസ്ലി ആയിട്ട്. ഓക്കെ, ലെസ്ലി ഒക്കെ എവിടെ പോയി? സിസിലിന്റെ വൈഫാണ്. അപ്പോ അവർ ഉറക്കാം, 7 മണിയിലായിട്ടുള്ളൂ, അവർ ഉറക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഈ സൈഡ് കൂടെ പോയി അഭിനയിക്കുന്നു, അതുപോലെ തിരിച്ചു വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴോ ലെസ്ലിയോട് സംസാരിച്ച, നിങ്ങൾ വന്നിട്ടുണ്ടായിരുന്നോടാ? ഞാൻ അറിഞ്ഞില്ല കേട്ടോ, ഞാൻ ഉറക്കായിരുന്നു. വീട് നമുക്ക് തന്നിരിക്കുകയാണ്. ദേ ആർ ലൈക്ക്, നിങ്ങൾ നമ്മുടെ ഫാമിലിയാണ്, എന്ത് സംഭവിക്കാൻ പോകുന്നു നിങ്ങൾക്ക് വേണ്ടി വീട് തുറന്നിട്ടാണ്. അത് ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ എനിക്ക് പുതിയതാണ്. അതില് എനിക്ക് സന്തോഷിക്കാനുള്ള അവസരങ്ങളാണ് ദൈവം ദൂരത്തിലൂടെ കൂടുതലും തന്നിരിക്കുന്നത്. അങ്ങനെ വിഷമിക്കാനായിട്ടൊന്നും ഇല്ല സത്യം പറഞ്ഞു. പിന്നെ എപ്പോഴും ടെൻഷൻ ആണ് അഭിനയിക്കുമ്പോൾ, ശരിയാകുമോ, എങ്ങനെയായിരിക്കും എന്നുള്ള സ്ട്രെസ്സും ടെൻഷനും ആയിരുന്നു കൂടുതൽ.